നമ്മളിൽ പല ആളുകളും അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്നൊരു സംഭവമാണ് ബാക്കിയുള്ള ആളുകളെ വില കുറച്ച് കാണുക എന്നുള്ളത്. അത് നമ്മളെ കൂടെയുള്ള ആളുകളെയും അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ആളുകളെയും നമ്മൾ പലപ്പോഴായിട്ട് കമ്പയർ ചെയ്യും. അവനേക്കാൾ ബെറ്റർ ഞാനാണ്, അല്ലെങ്കിൽ അവളേക്കാൾ ബെറ്റർ ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതും കമ്പയർ ചെയ്യാറുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് സഹീഹ് ആയിട്ടുള്ളൊരു ഹദീസിൽ, ആരെങ്കിലും ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം അഹങ്കാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്വഹാബി ആ അഹങ്കാരത്തിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു സംശയം ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹങ്കാരം എന്നത് സത്യത്തെ നിരസിക്കുകയും ആളുകളെ ചെറുതായി കാണുകയും ചെയ്യുന്നതാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആളുകളെ ചെറുതായി കാണുക എന്നുള്ളത് അതൊരു ചെറിയ സംഭവമല്ല. ആ ഒരു മനോഭാവം അത്ര നല്ലതുമല്ല. പിന്നെ ഉം, ഞാൻ ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. പലപ്പോഴും നമ്മളെ ശരികൾ ബാക്കിയുള്ള ആളുകൾ ഒരു കണ്ണിൽ കാണുമ്പോൾ അത് തെറ്റായിരിക്കും. അവർ ചെയ്യുന്ന പല തെറ്റുകളും അവരെ കണ്ണിലൂടെ നോക്കുമ്പം അത് ശരിയായി മാറും. അപ്പോൾ ഒരിക്കലും നമ്മൾ അവർ തെറ്റാണ് ഞാൻ ശരിയാണ് എന്നൊരു ഉറപ്പിച്ച് നിൽക്കുന്നതിന് പകരം നമ്മൾ നമ്മളെക്കുറിച്ച് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പഠിക്കുക. നമ്മളെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി വിശ്വസിച്ച് വരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ അവൻ നശിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിൽ നശിക്കുന്നത് അവൻ തന്നെയാണ് എന്നുള്ളത്. അതായത് ഇപ്പം ഓനൊന്നും ഒന്നും ആവില്ല, അവനൊക്കെ അത്രേ ആവുള്ളൂ, അല്ലെങ്കിൽ അവളെ കൊണ്ടൊന്നും കാര്യമല്ല, അല്ലെങ്കിൽ അവരങ്ങനെയാണ്, ആ കുടുംബം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബങ്ങളെയൊക്കെ നമ്മൾ പലപ്പോഴും താഴ്ത്തി കാണുമ്പം അതിലൂടെ താഴ്ന്നു പോകുന്നത് നമ്മളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ സത്യം. അതുപോലെ തന്നെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത് എന്നുള്ളത്. ഓക്കെ, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത് എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ സുലഭമായിട്ട് അവൈലബിളാണ്. ബാക്കിയുള്ള ആളുകൾ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ താഴ്ത്തി കാണുക, അവരെ താഴ്ത്തി പറയുക, എങ്ങനെയൊക്കെ അവരെ എന്താ പറയുക പരിഹസിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പരിഹസിക്കുക, ഇതൊക്കെ എല്ലാവരും ചെയ്തു വരുന്നൊരു സംഭവമാണെന്നുള്ളതാണ്. അപ്പം ഒരിക്കലും നമ്മളെ വാക്കുകളോ നമ്മളെ ചിന്തകളോ ഒന്നും ബാക്കിയുള്ള ആളുകളെ വില കുറച്ച് കാണുന്ന രീതിയിൽ അല്ലാതിരിക്കുക. ഓക്കെ, അതൊരിക്കലും നമുക്ക് ഉപകാരപ്പെടുന്നില്ല, അവർക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവരിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സംഭവം ഈ ഒരു മാസത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതും കൂടിയാണെന്നുള്ളതാണ്. നമ്മൾ ഈ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ നോമ്പുകളും അതുപോലെ തന്നെ നമ്മളെ ഈ മാസത്തെ സൽക്കർമ്മങ്ങളൊക്കെ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. നമ്മളെ നോട്ടം, നമ്മളെ ചിന്ത, നമ്മളെ ചെറിയ ചെറിയ ആക്ഷൻസിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനെക്കുറിച്ച് കുറച്ചും കൂടി അവെയർ ആവാൻ വേണ്ടിയിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.